നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓർഗാനിക് പച്ചക്കറികൾ വിൽക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ടല്ലോ. അവരെ ആരെങ്കിലും കണ്ട് നമുക്കൊന്ന് സംസാരിക്കാം. അമ്മേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. അതിനെന്താ? ജൂനിയർ ആണെങ്കിലും മോളും അസോസിയേഷനിൽ അംഗമല്ലേ? പറയും മോളെ. ഞാനൊരു കാർഷിക ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനൊരു അവസരം അവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ വേറെന്താ? മണ്ണിന്റെ മണമറിയുന്ന കർഷകനിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്നതിൽ ജെന്യൂനിറ്റി വേറെന്താ ഉള്ളത്? സുജാത മേഡം ഒന്നും പറഞ്ഞില്ല. എനിക്കും എന്റെ മോൾക്കും കൂടി ഒരു നാവേ ഉള്ളൂ, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. അതുകൊണ്ട് മോള് പറഞ്ഞതുപോലെ ചെയ്യും. മാത്രമല്ല, നമ്മുടെ അസോസിയേഷനിൽ താല്പര്യമുള്ള എല്ലാവർക്കും ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ വേണ്ട പച്ചക്കറികൾ അവിടുന്ന് കൊണ്ടുവരാനുള്ള ഏർപ്പാടും ചെയ്യാം. അപ്പൊ മോളെ ആദ്യമായിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. കേട്ടില്ലേ മോനെ? അസോസിയേഷൻ വാർഷികത്തിനുള്ള പച്ചക്കറികള് നിത്യയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് തീരുമാനം. അതിന്റെയൊക്കെ കാര്യം എന്താ? ഈ ജൈവവളം മാത്രം ചെയ്യുന്ന കർഷകര് അത് തന്നെയാണോ ചെയ്യുന്നതെന്ന് ഉറപ്പെന്താ? ഒരു ലേബല്. അങ്ങനെയൊന്നുമില്ല. അവര് പാടത്ത് പണിയെടുക്കുന്നത് എല്ലാവരും കാണുന്നതല്ലേ. അവരാരും അങ്ങനെ ഒരു കൃത്രിമവും ചെയ്യാറില്ല. എന്തായാലും ഒരു തവണ നിത്യയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കട്ടെ ജീവൻ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ എങ്ങനെയാ നിത്യമോളെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ? ഞങ്ങൾ ആരെങ്കിലും നേരിട്ട് വരണോ? എന്തിനു പണിക്കൊരു ബുദ്ധിമുട്ടുന്ന? മോള് സാറേയും കൂട്ടി പോട്ടേന്നേ. എല്ലാവരെ ഏൽപ്പിച്ചിട്ട് ഇവര് മടങ്ങിക്കോളും. വേണ്ട, അത് വേണ്ട. സാറുടെ കൂടെ പോണ്ട. അല്ല, എനിക്ക് നിത്യയുടെ അച്ഛനെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോ നിത്യയുടെ കൂടെ ഞാൻ കൂടെ പോവാണെങ്കിൽ എല്ലാം കൂടെ നടക്കുമല്ലോ. അതാണോ കാര്യം? അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ. അപ്പൊ ജീവ, ഇതുവരെ അസോസിയേഷന്റെ കാര്യങ്ങളിൽ തന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് വാർഷികത്തിന് വന്നും പോയും മാത്രമായിരുന്നു. ഇനി മുതൽ അങ്ങനെയല്ല. താൻ കുടുംബസ്ഥനാ. അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും സജീവമായിട്ട് ഇടപെടണം. കൃഷികാര്യങ്ങൾക്കുള്ള പൈസയും ലിസ്റ്റും കുറച്ചു കഴിഞ്ഞിട്ട് ഞാനിവിടെ എത്തിക്കാട്ടോ. എന്താ നിത്യമോളെ? സുജാതയുടെ മരുമോള് വലിയൊരു പരിഹാരം ഉണ്ടാക്കിയത്. പ്രാപ്തിയുള്ളവളാണെന്ന് തെളിയിച്ചിട്ട് തന്നെയാണ് പണിക്കരെ മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. എന്റെ മോൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.